എല്ലാവർക്കും Adobe Premiere Proയുടെ മറ്റൊരു പാട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇവിടെ കുറേ ഫയൽസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരുപാട് ഫയൽസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ വീഡിയോ ഫയൽസ് ഉണ്ട്, ഓഡിയോ ഫയൽസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഓരോ ഫോൾഡറിലോട്ട് മാറ്റാൻ പോവുകയാണ്. അതിനായിട്ട് Adobe Premiere Pro ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ന്യൂ ബിൻ എന്ന പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാനിവിടെ പോയി ശ്രദ്ധിക്കുക, നിങ്ങളുള്ള ടാബ് പ്രൊജക്റ്റ് ഏതാണോ, പ്രൊജക്റ്റ് നെയിം എന്താണോ അവിടെ ആയിരിക്കണം വന്നിക്കേണ്ടത്. ഓക്കെ, അവിടെ പോയി എന്നിട്ട് ഞാൻ ഇവിടെ താഴെ പോയിട്ട് ന്യൂ ബിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ വീഡിയോസ് അല്ലെങ്കിൽ മൂവീസ് എന്ന് കൊടുക്കാൻ പോവാം. ഇതിൻ്റെ പേര് മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീഡിയോയിൽ ഓഡിയോയും വീഡിയോയും ഒരുമിച്ചുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു പിക്ചറാണ്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഈ ചെറിയൊരു വേവ് ഫോമുള്ള, ഓക്കെ, ഈ വേവ് ഫോമുള്ള ഒരു വീഡിയോ, അതിന് ഓഡിയോ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനത്തേനാണ് ഞാൻ മൂവീസ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കാർ 1 പിടിച്ചു ഡ്രാഗ് ചെയ്ത് മൂവീസിലോട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് കാർ 3 പിടിച്ച് മൂവീസിലോട്ടു. അതുപോലെ കീ പിടിച്ച് മൂവീസിലോട്ടു. ഓക്കെ, അപ്പോൾ കീ മൂവീസ് എന്നുള്ളതിൽ നമ്മളെ ഈ 3 വീഡിയോസ് ആഡ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് പുതിയൊരു ന്യൂ ബില്ലിലോട്ട് പോയി. ഓക്കെ, എന്നിട്ട് ഞാനവിടെ കൊടുക്കുന്ന വീഡിയോസ്. ഓക്കെ, ഇനി ഈ വീഡിയോസ് അല്ലേ, ഈ വീഡിയോസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കാർ 2 എന്ന് പറഞ്ഞ സംഭവത്തിന് അവിടെ വീഡിയോസ് കൊണ്ട് ആഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ ഓഡിയോ ഫയൽസ് അല്ലെങ്കിൽ മ്യൂസിക് ഫയൽസ്. അപ്പോൾ ബെൻ സൗണ്ട് എന്ന് പറഞ്ഞുള്ള മ്യൂസിക് ഫയൽസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനിയുള്ളത് ഇമേജസ് ആണ്. ഇത് ഇമേജസ്. അപ്പോൾ അതിന് സ്റ്റിൽസ് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ പിടിച്ചു, എന്നിട്ട് ഡ്രാഗ് ചെയ്തു, സ്റ്റിൽസ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തു. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കാണാം, ഈ ഫോൾഡറിൻ്റെ ഒക്കെ ഒരു കളർ എന്ന് പറഞ്ഞത് ഓറഞ്ച് കളറായിരിക്കും. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ മാംഗോ എന്നുള്ള കളറാണ് കാണുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മൾ ലേബലിൽ പോവുക, എന്നിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഏത് കളറിൽ, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ. അപ്പോൾ അതിൻ്റെ കളർ മാറി അല്ലേ? അപ്പോൾ ഈ കാണുന്നത് സീക്വൻസ് ആണ്, ഈ കാണുന്നത് 2 ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ Adobe Premiere Proയിൽ നമുക്ക് കംപ്ലീറ്റ് അറേഞ്ച്. അപ്പം നമുക്ക് ഏതെങ്കിലും നമുക്ക് പിക്ചേഴ്സ് മാത്രം മതിയെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വന്ന് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഈ വീഡിയോ ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ഐ പ്രസ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 by 1 വീഡിയോസായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് Adobe Premiere Proയിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളിവിടെ പോവുക, എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ സൈഡിലുള്ള, ഓക്കെ, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അതൊന്ന് എക്സ്പാൻഡ് ആയി അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയത് ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട് നമ്മളുടെ വിൻഡോ. ഇനി നിങ്ങളുടെ മീഡിയ ബ്രൗസറിൽ പോവുക. ഇത് ലെഫ്റ്റിൽ കാണുന്ന മീഡിയ ബ്രൗസറിൽ. ഓക്കെ, ഇനി നിങ്ങളെ മീഡിയ ബ്രൗസർ കാണുന്നില്ലെങ്കിൽ വിൻഡോയിൽ പോയിട്ട് ഇവിടെ ഉണ്ടാവും മീഡിയ ബ്രൗസർ എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയ ബ്രൗസർ ഓപ്പൺ ആയി വരും. ഇപ്പം ഇതൊക്കെയാണ് ഞാൻ ഇപ്പം ഈ പ്രോജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്ത വീഡിയോസ്. അപ്പം നമുക്ക് ഇതിൽ ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മാക്കോസിൽ പോയി, എന്നിട്ട് എൻ്റെ ഈ ഫോൾഡറിൽ പോയി, എന്നിട്ട് എവിടെയാണോ നമ്മളുടെ ഇതുള്ളത് അവിടെ വന്നു. ഇനി ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം പ്ലേ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 100ഓളം വീഡിയോസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 100ഓളം വീഡിയോസ് നമ്മൾ ഒറ്റ ഫോൾഡറിൽ ഇട്ടു. എന്നിട്ട് നമുക്ക് ഇവിടെ വരാം, ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇമേജാണ്, അപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾക്ക് പ്രിവ്യൂ ഓൾറെഡി ഉണ്ട്. നമുക്ക് ലിസ്റ്റ് വ്യൂ ആണെങ്കിൽ ലിസ്റ്റ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ലിസ്റ്റ് വ്യൂ ആയിട്ട് കാണാൻ പറ്റും, തമ്പനൈൽ വ്യൂ ആയിട്ട് തമ്പനൈൽ വ്യൂ ആയിട്ട്. ഇനി നമുക്ക് ഇവിടെ പോയി നമ്മളെ ഈ മൗസ് പോയിൻ്റർ വെച്ചിട്ട് നമ്മൾ ഫോർവേഡ് റിവേഴ്സൊക്കെ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, കണ്ടോ, നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതങ്ങനെയും പ്ലേ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ 100ഓളം വീഡിയോസ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഫോൾഡറിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കംപ്ലീറ്റ് ഫോൾഡർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് ഇപ്പോൾ മീഡിയ ഫയലാണ്, ഈ പ്ലേ ആണെങ്കിൽ പോയി നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഈ ഓഡിയോ ഫയലാണെങ്കിൽ പോലും നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് സ്പേസ് ബാർ നോക്കി
ഇനി അതുപോലെ ഈ ഫോൾഡറിലുള്ള വേറൊരു ഓഡിയോ ഫയലാണ്. ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഇതുപോലെ പ്ലേ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫയൽസ് അറ്റ് എ ടൈം വേണമെങ്കിൽ നിങ്ങൾ വിൻഡോസ് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിൻഡോസ് കമ്പ്യൂട്ടർ നിങ്ങൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഫയൽസും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യും. ഷിഫ്റ്റും ഉപയോഗിക്കാം, സെയിം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഫയൽസ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ. മാക്കിലാണെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോസ് മാത്രം കാണണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ഇൻ സോഴ്സ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ സോഴ്സ് മോണിറ്ററിൽ വന്നിട്ട് നമുക്ക് ഈ വീഡിയോസ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മീഡിയ ബ്രൗസർ ഉള്ളത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഷോർട്ട് കട്ട് പ്രസ് ചെയ്യുക, നമ്മൾ എവിടെയാണോ വീഡിയോസ് ഉണ്ടെന്ന് അവിടെ വരിക, എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മൗസ് പോയിൻ്റർ ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ വീഡിയോസ് വേണമെങ്കിൽ ഈ വീഡിയോസ് കാണാൻ പറ്റും. ജസ്റ്റ് മൗസ് പോയിൻ്റർ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഈ വീഡിയോയുടെ ഈ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സ്ലോയിലാണോ സ്ലോ, ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യൽ ഈസി ആക്കി മാറ്റുന്നത്. അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഫയൽസ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കാം. ഇനി നിങ്ങളിങ്ങനെ എക്സ്പാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് പോവുക, മൂവീസിൽ പോയത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഫ്രെയിംസാണ്, ഇനി എത്രയാണ് അതിൻ്റെ ഒരു വീഡിയോയുടെ റെസൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. 192, ഞാൻ നേരത്തെ എപ്പോഴും ഞാൻ പറയാണ്ട് 1080p ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു 1920x1080, ഇതാണ് 1080p റെസൊല്യൂഷൻ. ബാക്കി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഇനിയിപ്പം ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെറ്റാ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇനി എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കാണണമെന്നെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് എക്സ്ട്രാ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതിവിടെ എന്താണോ നിങ്ങൾ ഓഡിയോ ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻ്റ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വീഡിയോ യൂസേജ്, ഓഡിയോ യൂസേജ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻഡിൽ വന്നു കഴിഞ്ഞാൽ ഓഡിയോ യൂസേജ്, വീഡിയോ യൂസേജ് ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉപകാരം എന്ന് വെച്ചാൽ ഒരുപാട് ഫയൽസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് 1 by 1 പ്ലേ ചെയ്ത് നോക്കാതെ തന്നെ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇമ്പോർട്ട് ചെയ്യൽ ഇങ്ങനെ ഇവിടെ വന്നു, പ്ലേ ചെയ്ത് നോക്കി, എന്നിട്ട് ഏതാണോ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് അതിൻ്റെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. കാർ 1, ഓക്കെ, കാർ 1 എന്ന് പറഞ്ഞ ഫയൽ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ കാർ 2 പ്ലേ ചെയ്ത് നോക്കി, ഓക്കെ അത് വേണ്ട അല്ലേ, ഒഴിവാക്കാം. ഇനി കാർ 3 നമ്മൾ പ്ലേ ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് ഇവിടെ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വരെ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമ്മളെ വീഡിയോ എഡിറ്റിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് എക്സ്ട്രാ കട്ട് ചെയ്ത് നമ്മൾ ഓരോ ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്യും. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നവരെ ടേക്ക് കെയർ.